ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സെക്കൻഡ് പോർഷനാണ് റെലവൻസ് തിയറിയുടെ, അതായത് ഗോർഡൻസ് മോഡൽ. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 റെലവൻ്റ് ആയിട്ടുള്ള തിയറികളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ഇറലവൻസ് തിയറം എന്ന് പറയുന്നത്, രണ്ടാമത് വാൾട്ടേഴ്സ് മോഡൽ, മൂന്നാമത്തത് ഗോർഡൻസ് മോഡൽ. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഞാൻ പറഞ്ഞിരുന്നത്, അതായത് എം ഗോർഡൻ ആണ് ഇങ്ങനെ ഒരു തിയറി, അതായത് വാൾട്ടറിന്റെ അതേ ലൈനിൽ ചിന്തിച്ചൊരു വ്യക്തിനെയാണ് എം ഗോർഡൻ എന്ന് പറയുന്നത്. അവർ മേക്ക് ചെയ്ത തിയറിയാണ് ഈ ഗോർഡൻസ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 3 മാർക്സിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഗോർഡൻ മോഡൽ അപ്രോച്ച് എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോർഷൻസ് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. He suggested that dividends are relevant and it will affect the value of the firm. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാൾട്ടേഴ്സ് തിയറവും അതേപോലെ തന്നെ ഗോർഡൻസ് മോഡലും ഒരേ കാര്യത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്. കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഷെയർ വാല്യൂ കൂടും, അല്ലെങ്കിൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഇവരുടെ ഈ തിയറം എന്ന് പറയുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ വാല്യൂ ഓഫ് റുപ്പി ഓഫ് ഡിവിഡൻഡ് ഇൻകം ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് റുപ്പി ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഇദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്യാപിറ്റൽ ഗെയിനിൽ ഒരു റുപ്പീനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ആണ് എപ്പോഴും ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്ന ഒരു രൂപയ്ക്ക് എന്നുള്ളതാണ് പറയുന്നത്. ദ വാല്യൂ ഓഫ് എ റുപ്പി ഓഫ് ഡിവിഡൻഡ് ഇൻകം ഈസ് മോർ ദാൻ, എപ്പോഴും ഡിവിഡൻഡിനാണ് വാല്യൂ കൂടുതൽ, ഏതിനെക്കാട്ടിലും ഒരു ക്യാപിറ്റൽ ഗെയിനിൽ ഒരു രൂപയെക്കാട്ടിലും കൂടുതൽ വാല്യൂ വരുന്നതാണ് ഡിവിഡൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു രൂപ എന്ന് പറയുന്നത്. ദിസ് ഈസ് എൻ അക്കൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഡിസ്കൗണ്ടിങ് ഫ്യൂച്ചർ ഡിവിഡൻസ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഹയർ റേറ്റ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഡിവിഡൻഡ് ഇൻകം എന്താണെന്നുള്ളതും ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നുള്ളതും. നമ്മളൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ആ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് തരുന്ന ലാഭവിഹിതത്തിനെയാണ് ഡിവിഡൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഓരോ വർഷവും നമുക്ക് ലാഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്തതിന് ശേഷം കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കയ്യിൽ വെച്ചിട്ട് ആ ഷെയർ വിൽക്കുന്ന സമയത്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപയ്ക്ക് നമ്മളൊരു ഷെയർ വാങ്ങി 1-2 വർഷം നമ്മൾ കയ്യിൽ വെച്ചതിന് ശേഷം അത് 500 രൂപയാകുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ അവിടെ ലാഭം കിട്ടി? 400 രൂപ അവിടെ ലാഭം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗോർഡൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ വാല്യൂ നമുക്ക് ആ ഷെയർ കൈവശം ഇരിക്കുമ്പം ഓരോ വർഷവും കിട്ടിയിരിക്കുന്ന ഡിവിഡൻറ്റിനാണ് നമുക്ക് 2-3 വർഷം കഴിഞ്ഞ് ആ ഷെയർ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനേക്കാൾ കൂടുതൽ വാല്യൂ എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ എപ്പോഴും നമുക്ക്